ഈ 3 സിനിമകൾ ഇപ്പോൾ പിറവി, സ്വം, വാനപ്രസ്ഥം, അതിൻ്റെ നേരെ അപ്പുറത്തെയാണ് ഞാൻ പറയുന്ന 3 സിനിമകൾ. പൊന്മുട്ടയിടുന്ന താറാവ്, മേലെ പിന്നെ മഴവിൽ കാവടി, മേലെപ്പറമ്പിൽ ആൺവീട് എന്നുള്ളത്. ഈ രഘുനാഥ് പലേരിയാണോ ആ രഘുനാഥ് പലേരി, ആ രഘുനാഥ് പലേരിയാണോ ഈ രഘുനാഥ് പലേരി എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ഡിഫറൻറ്റ് റൈറ്റിംഗ് സ്കിൽസാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ചോദ്യം. അത് എനിക്ക് പറഞ്ഞൂടാ, അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. നർമ്മം നല്ലതല്ലേ, നർമ്മത്തിൽ കാര്യങ്ങൾ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അതെ അതെ അതെ, എന്തിനാ ഗൗരവത്തിലേക്ക് പോകുന്നത്? ഗൗരവത്തിൽ പോകേണ്ട കാര്യമില്ല. അല്ല, ഗൗരവമാണല്ലോ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ഓസ്കാർ വിന്നർ. ആ പടത്തിൻ്റെ സീരിയസ്നെസ് എന്താണ്, ആ കഥയുടെ സബ്ജക്റ്റ്. പക്ഷെ എത്ര നർമ്മത്തോടെയാണ് അദ്ദേഹം. പെയിൻഫുള്ളാണ് നർമ്മം, ഈ സീരിയസിനേക്കാൾ പെയിൻഫുള്ളാണ്. അതെ അതെ അതെ. പിന്നെ അതിൻ്റെ ഒരു വേദന മറക്കാനും പറ്റുന്നത് ഈ നർമ്മത്തിലൂടെയാണ്. ചാപ്ലിൻ്റെ ഒക്കെ കഥയിൽ. അതെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ജീവിതത്തിനെ കാണുന്നത്. എനിക്ക് വേദനിക്കുന്നതും വേദനിപ്പിക്കുന്നതും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കഥാപാത്രങ്ങളെ ഇല്ലാണ്ടാക്കുക എന്ന് എനിക്കിഷ്ടമല്ല.